ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ അല്ലെങ്കിൽ DVR ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ എങ്ങനെ നമുക്ക് ഹാർഡ് ഡിസ്ക് ചേഞ്ച് ചെയ്യാമെന്നുള്ളതിൻ്റെയാണ്. ഇതിപ്പോൾ നമ്മുടെ CCTV കണക്ട് ചെയ്തേക്കുന്ന ഡിവൈസാണ് ഈ NVR അല്ലെങ്കിൽ DVR എന്ന് പറയുന്നത്. NVR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ എന്നാണ് പറയുന്നത്. ഈ യൂണിറ്റാണത്. നമുക്ക് NVR എന്ന് പറയുന്നത് സാറിന് IP ക്യാമറാസ് കണക്ട് ചെയ്യുമ്പോഴാണ്, അതായത് ഡിജിറ്റൽ ക്യാമറാസ് കണക്ട് ചെയ്യുമ്പോഴാണ് നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ വരുന്നത്. സെയിം തന്നെയാണ്. അനലോഗ് ആകുമ്പോഴത്തേക്ക് അതിന് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ എന്നാണ് പറയുക. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന IP ക്യാമറാസ് ആയത് കാരണം ഞാൻ നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡറാണ്. ഇതിപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ സപ്ലൈ ഷട്ട് ഡൗൺ ആയി. അപ്പോൾ ഇവിടെ നേരത്തെ ഒരു UPS ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു ഇൻവേർട്ടറും ഉണ്ടായിരുന്നു, ഇൻവേർട്ടറും ഡൗൺ ആയിപ്പോയി. നമ്മുടെ UPSും ഡൗൺ ആയിപ്പോയി. അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് സപ്ലൈ കട്ട് ഓഫ് ആയി. അപ്പോൾ അതിന് ശേഷം ഇത് റെക്കോർഡിംഗ് ഒന്നും നടക്കുന്നില്ല. ചാനൽസ് എല്ലാം നമുക്ക് കണ്ടോ, നിങ്ങൾ അലാറം അടിച്ച് കിടക്കുവാണ്. ഓക്കെ, റെക്കോർഡിംഗ് ഒന്നും നടക്കില്ല, റെക്കോർഡിങ്ങിൻ്റെ ഐക്കണൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട്, ബീപ്പ് ബീപ്പ് സൗണ്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേക്ക് ഇത് ഒരു എറർ മെസ്സേജാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെ അത് HDD എറർ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കണം. ഓക്കെ, 5 എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അതായത് HDD എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവാണ്. ഓക്കെ, ഹാർഡ് ഡിസ്ക് ഡ്രൈവിൽ റെക്കോർഡ് ആവുന്നില്ല. എറർ നമ്പർ 5 ആണ് പോപ്പപ്പ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശബ്ദം ബീപ്പ് ബീപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, അലാറം അടിച്ചുകൊണ്ടിരിക്കുന്നത്. റെക്കോർഡിംഗ് നടക്കുന്നില്ല നമ്മുടെ CCTVയുടെ ലൈവ്. ഓക്കെ, ഇനി നമുക്കത് എങ്ങനെ റിസോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ പവർ ഒന്ന് ഓഫ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് റീസെറ്റ് ആവുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടും ആവുന്നില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷനിലേക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ അടിക്കുക. ഓക്കെ, അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വരും. ഇവിടെ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഷട്ട് ഡൗൺ അടിച്ചതിന് ശേഷം ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആവും. എന്നിട്ട് പറയും പവർ ഓഫ് ദ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ വേണം നിങ്ങൾ പവർ ഓഫ് ചെയ്യാൻ. ഈ ഒരു സംഭവം ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, ഇങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ എപ്പോഴും പവർ ഓഫ് ചെയ്യാൻ. ഓക്കെ, ഷട്ട് ഡൗൺ ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്ലീസ് പവർ ഓഫ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ഒരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, അത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അഡാപ്റ്ററിൻ്റെ സെക്ഷൻ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഓഫായി. ഇതാണ് പ്രോപ്പർ മെത്തേഡ് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കാം, എറർ റിസോൾവ് ആയിട്ടൊന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഹാർഡ് ഡിസ്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കാരണം പ്രോബ്ലംസ് വരാറുണ്ട്. ഇതിപ്പോൾ വാറണ്ടി കഴിഞ്ഞ ഡ്രൈവാണ്, ഹാർഡ് ഡിസ്ക്കാണ് അതിനകത്ത് ഇരിക്കുന്നത്. നിങ്ങളിത് ചേഞ്ച് ചെയ്തുകൊണ്ടില്ലെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമുള്ള സ്ഥലങ്ങൾ മാത്രം ഓപ്പറേറ്റ് ചെയ്യുക. പ്ലഗ്സൊക്കെ ഓപ്പൺ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഇവിടുത്തെ പവർ സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അഡാപ്റ്റർ ഊരിയിട്ടേക്കുക. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ 100% ഷുവർ ആയിരിക്കും നമുക്ക് ഈ ബോർഡിലേക്ക്, നമ്മുടെ ഡിവൈസസിലേക്ക് ഒന്നും പവർ ഇല്ല എന്ന്. എന്നിട്ട് വേണം നിങ്ങളുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഈ സാറ്റ കേബിൾ ഡയറക്റ്റ് ഇതാണ് പവർ കേബിൾ വരുന്നത്. ഓക്കെ, ഇത് പവർ കേബിൾ നമ്മുടെ ബോർഡിലേക്ക് കൊടുത്തേക്കുന്നത്, NVRൻ്റെ മദർ ബോർഡിലേക്കാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സാറ്റ കേബിൾ വന്നേക്കുന്നത് ഡിവൈസിലേക്ക്. ഈ കേബിൾ നിങ്ങൾ ചേഞ്ച് ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, റിമൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ ഇവിടെ നിന്നും റിമൂവ് ചെയ്തെടുക്കുക. ഓക്കെ, കണ്ടോ, ഇതേപോലെ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ കേബിൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. സാറ്റ കേബിളാണ് സാധാരണ ഹാർഡ് ഡിസ്ക് ഡ്രൈവൊക്കെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിളാണ്, സാറ്റ കേബിളാണ്. ഇതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഇത് ചേഞ്ച് ചെയ്തിട്ടും സെയിം സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 2 പോർട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 1, 2. രണ്ടാമത്തെ പോർട്ടിലേക്ക് ഈ സാറ്റ കേബിൾ കൊടുത്തു കഴിഞ്ഞിട്ട്, രണ്ടാമത്തെ പോർഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഇതേപോലെ തന്നെ ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള കറക്റ്റ് നോബ് നോക്കണം. കറക്റ്റ് പൊസിഷനിലേക്ക് ഇവിടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, കറക്റ്റ് പൊസിഷനിലേക്ക് ഇവിടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പ്രസ് ചെയ്ത് കറക്റ്റായിട്ട് ഇങ്ങനെ കറക്റ്റ് പൊസിഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ഹാർഡ് ഡിസ്ക്കാണ്. ഓക്കെ, സെക്കൻഡ് സ്ലോട്ടാണ്. ഓക്കെ, ഹാർഡ് ഡിസ്കിൻ്റെ ഇവിടെയും വയ്ക്കാനുള്ള ഒരു സ്ലോട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ഒരെണ്ണം സ്ക്രൂ ചെയ്തേക്കുന്നത്.
2 ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ തന്നെ നമ്മൾ സ്ലോട്ട് മാറ്റി കൊടുക്കുക സാറ്റയുടെ. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പവർ കേബിളിൽ കിട്ടുവാണെങ്കിൽ പവർ ചെക്ക് ചെയ്യുക. ഇവിടെ 2 സാറ്റ കേബിളിനെ പവർ ചെയ്യാനുള്ള കേബിൾസ് വരുന്നുണ്ട്. ഇതിൻ്റെ പിൻ ഇതേപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ റിമൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ പിൻ മാറ്റി ഈ പിൻ ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ പിന്നും ഇതേപോലെ തന്നെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ കണക്ഷൻ കറക്റ്റില്ലേ നോക്കിയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ആദ്യം ഒരു സാറ്റ കേബിൾ ചേഞ്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കേണ്ടി വരും. വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അത് ഷട്ട് ഡൗൺ ചെയ്യുക. നമ്മൾ കണ്ട പ്രൊസീജിയർ പോലെ തന്നെ ഷട്ട് ഡൗൺ ചെയ്യുക. ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം നമുക്ക് സ്ലോട്ട് മാറ്റി കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് സ്ലോട്ടിലായിരുന്നു സാറ്റ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്ലോട്ടിലേക്ക് സാറ്റ കേബിൾ കണക്ട് ചെയ്തിട്ട് ഡ്രൈവിലേക്ക് കണക്ട് ചെയ്ത് നോക്കുക. പിന്നെയും ഓൺ ചെയ്ത് നോക്കുക. സെയിം സിറ്റുവേഷൻ തന്നെയാണെങ്കിൽ പിന്നെയും നമുക്ക് ഈ പവർ കേബിളിൻ്റെ രണ്ട് ഓപ്ഷനുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറ്റി കണക്ട് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അടുത്ത് വേറെ എക്സ്ട്രാ പവർ കേബിൾ ഉണ്ടെങ്കിൽ പവർ കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നമ്മുടെ ബീപ്പ് അടിക്കുന്നുണ്ട്. SDT എറർ നമ്പർ 5 ആണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡാപ്റ്റർ ചേഞ്ച് ആയപ്പോഴത്തേക്കും സിസ്റ്റം വർക്ക് ചെയ്ത് തുടങ്ങി. കാരണം ഈ ഹാർഡ് ഡിസ്ക് ഡ്രൈവിന് ചെറിയ വോൾട്ടേജ് ഫ്ലക്ച്വേഷനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഡൗൺ ആവും. ഇതേപോലെ എറർ അടിക്കും. പിന്നെ ഹാർഡ് ഡിസ്ക് ഡിറ്റക്റ്റ് ആവില്ല, റെക്കോർഡിംഗ് നടക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ട്രബിൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അഡാപ്റ്റർ മാറ്റി. ഓക്കെ, ഇതിപ്പോൾ പഴയ അഡാപ്റ്ററാണിത്. ഇത് നമുക്ക് സെറ്റിനൊപ്പം വരുന്ന ഒരു അഡാപ്റ്ററാണ്. പിന്നെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 1.7 ആംബിയറാണ് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ഇൻപുട്ട് വരുന്ന 1.7 ആംബിയർ, ഔട്ട്പുട്ട് വരുന്നത് 3.33 ആംബിയറാണ്. 12 വോൾട്ടിൻ്റെയാണ് ഔട്ട്പുട്ട് വരുന്നത്. അതേപോലത്തെ നിങ്ങളൊരു സെക്കൻഡ് അഡാപ്റ്റർ മേടിക്കുക. ഓക്കെ, അതേപോലത്തെ ഒരു അഡാപ്റ്റർ ഏകദേശം ഒരു 600-700 അങ്ങനത്തെ ഒരു റേഞ്ചിൽ ഒരു അഡാപ്റ്റർ കിട്ടും. ഈ പിൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, ഈ പിൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് അതേപോലെ ഒരു അഡാപ്റ്റർ എടുത്തിട്ട് നമ്മുടെ പവർ സെക്ഷനിലേക്ക് കുത്തുക. പവർ സെക്ഷനിലേക്ക് കുത്തി കഴിഞ്ഞിട്ട് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുക. അപ്പോൾ ആ അഡാപ്റ്ററിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ അപ്പോഴും റിസോൾവ് ആകും. ഇതൊന്നും ചെയ്തിട്ടും നമുക്ക് ആ എറർ പോകുന്നില്ല, ഇപ്പോഴും ബീപ്പ് അടിച്ചുകൊണ്ടിരിക്കണതിന് അടിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഹാർഡ് ഡിസ്ക് ചേഞ്ച് ചെയ്യാനുള്ള പ്ലാനിങ് നോക്കുക. നമ്മുടെ യൂഷ്വൽ സ്റ്റാർട്ടപ്പ് സ്ക്രീനാണ്. അപ്പോൾ നോ പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, നോ അടിക്കുകയാണ്. എക്സിറ്റ് അടിക്കുകയാണ്. എക്സിറ്റ് വിസാർഡ് യെസ്. നമുക്ക് മൾട്ടി സ്ക്രീൻ 2x2 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ വർക്കിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ ഫുൾ ടൈം റെക്കോർഡിംഗ് ഇട്ടേക്കുന്നത്. അത് കാരണം എല്ലായിടത്തും റെക്കോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ എറർ മെസ്സേജ് നേരത്തെ ഉണ്ടായിരുന്ന എറർ മെസ്സേജും വരുന്നില്ല ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, ഇവിടെ ഒരു എറർ മെസ്സേജിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു, അതും വരുന്നില്ല. അത് നമ്മുടെ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് അഡാപ്റ്ററിൻ്റെ ആയിരുന്നു. അഡാപ്റ്റർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പ്രശ്നം സോൾവായി. ഓക്കെ, ഇനി അഡാപ്റ്റർ ചേഞ്ച് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ബൂട്ടപ്പ് ആവുന്നില്ല, സ്ക്രീൻ വരുന്നില്ല എങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടി വരിക? അഡാപ്റ്റർ ചേഞ്ച് ചെയ്തിട്ടും നമുക്ക് ഇതേപോലെ ബൂട്ടപ്പ് സ്ക്രീൻ വരുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ റെക്കോർഡിംഗ് ഹാർഡ് ഡിസ്ക് നിങ്ങളെപ്പോഴും CCTV ഹാർഡ് ഡിസ്ക് മേടിക്കണം. ഇപ്പോൾ വെസ്റ്റേൺ ഡിജിറ്റൽ 2TBയുടെ പേർപ്പിൾ ഹാർഡ് ഡിസ്ക്കാണ്. അത് മറ്റേ സർവൈലൻസ് ഹാർഡ് ഡിസ്ക് എന്നാണ് പറയണത്. അതാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്, കണക്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതേപോലെ സർവൈലൻസ് ഹാർഡ് ഡിസ്ക് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഹാർഡ് ഡിസ്ക് ചേഞ്ച് ചെയ്തിട്ട് ഇതേപോലെ സ്ക്രീൻ ഓൺ ആയിട്ട് ഹാർഡ് ഡിസ്ക് ഇനീഷ്യലൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഒരു സെക്ഷനും കൂടി നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒന്നുകൂടി കാണാൻ പറ്റും. വെസ്റ്റേൺ ഡിജിറ്റലാണ് 2TB ആണ് ഹാർഡ് ഡിസ്ക് വരുന്നത്. WD പേർപ്പിൾ സർവൈലൻസ് ഹാർഡ് ഡിസ്ക് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ കണക്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ഇത് വരുന്ന ഡാറ്റ കേബിളും പവർ കേബിളൊക്കെ വരുന്ന ഈ ഒരു ഏരിയയിലാണ്. നമുക്ക് പഴയ ഇതിൻ്റെ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ പവർ വരുന്നത്. പവറും ഡാറ്റ കേബിളുമാണ്. ഡാറ്റ കേബിൾ ഈ മദർ ബോർഡിലേക്കാണ് പോയിരിക്കുന്നത്.
ഇത് രണ്ടും ഇപ്പോൾ ഞാൻ റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പുതിയതിലേക്ക് കൊടുക്കാം. അത് ഞാൻ ഡാറ്റ കേബിളാണ് കൊടുക്കുന്നത്. നിങ്ങൾ ആ പിൻ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, ഓക്കെ. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ട് ആവും. ഇൻസേർട്ടായിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി ടൈറ്റായിരിക്കാൻ. ഓക്കെ, പിന്നെ നിങ്ങളുടെ പവർ കണക്ട് ചെയ്യാം. ഓക്കെ, പവർ സെക്ഷൻ ഇവിടെയാണ്. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി കറക്റ്റായിട്ട് സ്ലോട്ടിൽ എൻട്രി ആയിട്ട്. ഇപ്പോൾ രണ്ട് ടൈറ്റല്ലേ നോക്കാം. രണ്ട് ടൈറ്റ് ആയതിന് ശേഷം നിങ്ങൾക്ക് നേരത്തെ ഏരിയയിൽ തന്നെ നമുക്ക് നമ്മുടെ ഹാർഡ് ഡിസ്ക് ഫിക്സ് ചെയ്യണം. ഓക്കെ, ഹാർഡ് ഡിസ്ക് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം നേരത്തെ പോലെ തന്നെ നമുക്ക് 4 സ്ക്രൂസ് 1 2 3 4 ഈ 4 സ്ക്രൂസ് നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത ലൊക്കേഷനിൽ തന്നെയാണ്. അതൊന്ന് നിങ്ങൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് മോണിറ്ററിലേക്ക് കണക്ഷൻ വന്നിട്ടുണ്ട്. എംബഡഡ് NVR എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഹിക്വിഷിൻ്റെ ആണ് NVR വരുന്നത്. നമുക്ക് ഹാർഡ് ഡിസ്കിന് ഏകദേശം ഒരു 5400 എന്നുള്ള രീതിയിലാണ് അയക്കുന്നത്. 2 TB ആയത് കാരണം നിങ്ങൾ പല സ്റ്റോറേജ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ റേറ്റ് മാറും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹിക്വിഷിൻ്റെ ആണിത്. ഓക്കെ, 7616 എന്ന് പറഞ്ഞ മോഡലാണ്. അഡ്മിൻ പാസ്വേഡ് വീക്ക് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഡു വാണ്ട് ടു ചെക്ക്? നോ. ദി ക്യാമറ നോ. സ്റ്റാർട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് പാസ്. എക്സിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇത് ഇനിഷ്യലൈസ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നോട്ട് ഓൾ ഹാർഡ് ഡിസ്ക് ആർ ഇനിഷ്യലൈസ്ഡ്. ഇനിഷ്യലൈസേഷൻ വിൽ ഇറേസ് ഓൾ ദ ഡാറ്റ ഓൺ ദ ഡിസ്ക്. നമ്മുടെ പുതിയ ഡിസ്ക് ആയത് കാരണം നമുക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല. യെസ് അടിക്കുക, ഇനിഷ്യലൈസ് ചെയ്യണം. അഡ്മിൻ പാസ്വേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഓക്കെ, അഡ്മിൻ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുക. നോ. ഓക്കെ, ഇപ്പോൾ ഇനിഷ്യലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കണ്ടോ ഇവിടെ 3 പവറും ഉണ്ട്, സ്റ്റാറ്റസ് ഇൻഡിക്കേഷനും ഉണ്ട്. അതിപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇനിഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് റെക്കോർഡിംഗ് നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് മുമ്പ് ക്യാമറാസൊക്കെ ലൈവായി വരുന്നേ ഉള്ളൂ. ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഡിസ്പ്ലേ വരുന്നുള്ളൂ. നമുക്ക് ഈ ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ അവിടെ കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മെനു എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. മെനു ക്ലിക്ക് ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെനു സ്ക്രീൻ കിട്ടും. ഇതിനകത്ത് HDD എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. HDD ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ് HDD. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓൾറെഡി ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്. 1863 എന്നാണ്. അതായത് 2000 GB വരേണ്ടതാണ്. 2 TB ആണല്ലോ. ഇതാണ്, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിൻ്റെ ഇപ്പോൾ സ്റ്റാറ്റസ് നോർമലാണ്. നേരത്തെ ഡിറ്റക്ഷൻ പോലും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഒരു ഹാർഡ് ഡിസ്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ അത് നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഓക്കെ, ഒന്നും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിഷ്യലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഇവിടെ. ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യാം. ഇനിഷ്യലൈസേഷൻ വിൽ ഇറേസ് ഓൾ ഡാറ്റ ഓൺ ദ ഹാർഡ് ഡിസ്ക് കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ ഇനിഷ്യലൈസേഷൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പെർസെൻറ്റേജ് ഇവിടെ കാണിക്കും. 100% ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റീ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം എല്ലാ ചാനൽസിൻ്റെയും. ബാക്ക് അടിച്ചിട്ട് നേരത്തെ സ്ക്രീനിൽ ചെയ്ത പോലെ തന്നെ പോയിട്ട് ഒന്നും കൂടി ചെയ്താൽ മതി. ഇപ്പോൾ ഇനിഷ്യലൈസേഷന് ഇത്ര ടൈം പിടിക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ സ്ക്രീനിൽ വന്നിട്ട് നേരത്തെ പോലെ നിങ്ങൾക്ക് റെക്കോർഡിങ് ചെയ്യാം. നമ്മുടെ ക്യാമറാസൊക്കെ അപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൾട്ടി സ്ക്രീൻ അല്ല സ്റ്റാർട്ട് റെക്കോർഡിംഗ്. സ്റ്റാർട്ട് റെക്കോർഡിങ്ങിനകത്ത് 2 ഓപ്ഷനുണ്ട്. കണ്ടിന്യൂസ് റെക്കോർഡുണ്ട്, മോഷൻ ഡിറ്റക്ഷൻ റെക്കോർഡുണ്ട്. മോഷൻ ഡിറ്റക്ഷൻ റെക്കോർഡിംഗ് അടിക്കുകയാണ്. ഓക്കെ, നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടി വരും. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓഫ് ഓൾ ചാനൽസ് ചോദിക്കും. യെസ് അടിക്കുക. ഇപ്പോൾ നമ്മുടെ കണ്ടിന്യൂസ് റെക്കോർഡിംഗ്
ഓൺ ആയിട്ടുണ്ട് എല്ലാ ചാനൽസിലും. ഓക്കെ, ഇപ്പം നമ്മുടെ നേരത്തെ അടിച്ചുകൊണ്ടിരുന്ന ബീപ്പ് സൗണ്ടും പോയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്ക് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പുതിയ ഹാർഡ് ഡിസ്കിലേക്ക് നമ്മുടെ റെക്കോർഡിംഗ് കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. നമ്മൾ എങ്ങനെ ഒരു DVRൻ്റെ ഹാർഡ് ഡിസ്ക് HDD എറർ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ട്രബിൾ ഷൂട്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത തവണ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.